MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ടിൻ ഫിഷ് കൊണ്ടുള്ള ഒരു മസാലയാണ്. ഇതിനായി 2 ടിൻ ട്യൂണ ഫിഷ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 രീതിയിൽ വാങ്ങിക്കാൻ കിട്ടും. വെള്ളത്തിലിട്ട് വരുന്ന ഫിഷും അതുപോലെ ഓയിലിൽ ഇട്ട് വരുന്നതും. ഇത് വെള്ളത്തിലിട്ട ട്യൂണ ഫിഷാണ്. ഇതിൽ വെള്ളം ഞാൻ മാറ്റുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ ഇത് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുകും 2 നുള്ള ഉലുവയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഉലുവയുടെ കളറും മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി 3 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായി വഴന്നു വരണം. സവാള വഴന്ന് ഇതിന്റെ കളറൊക്കെ ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. പൊടികൾ ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. പൊടികളെല്ലാം ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തത് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തക്കാളി വേഗം വെന്ത് വരാൻ വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വച്ചാൽ മതി. തക്കാളി ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ട്യൂണ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഫിഷിൽ ഉപ്പുണ്ടാകും. സവാള വഴറ്റാൻ നേരം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ട്യൂണ ഫിഷ് മസാല റെഡിയായി. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ബാച്ചിലേഴ്സിനൊക്കെ അധികം ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.